G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 1885 തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ച മൃഗശാലയാണ് തൃശ്ശൂർ മൃഗശാല. തുടക്കത്തിൽ ഒരു സ്വകാര്യ മൃഗശാലയെ ആരംഭിച്ച ഇത് പിന്നീട് സർക്കാർ ഏറ്റെടുത്തു. മൃഗശാല തൃശ്ശൂർ നഗരമധ്യത്തിൽ 13.5 ഏക്കർ സ്ഥിതി ചെയ്യുന്നു. തൃശ്ശൂർ മൃഗശാല ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മൃഗശാലകളിൽ ഒന്നാണ്. കൊച്ചി മഹാരാജാവ് രാമവർമ്മ 15-ന്റെ കാലത്ത് സ്ഥാപിതമായ കാലം മുതൽ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. തുടക്കത്തിൽ തൃശ്ശൂർ മൃഗശാല എന്നറിയപ്പെട്ടിരുന്ന ഇത് ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലകളിൽ ഒന്നായിരുന്നു. അതിനുശേഷം അതിൻ്റെ സൗകര്യങ്ങളും പ്രദർശനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി നവീകരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും വിധേയമായി. വിവിധതരം പക്ഷികളും മൃഗങ്ങളും ഉരഗങ്ങളും ഈ മൃഗശാലയിൽ വസിക്കുന്നു. തൃശ്ശൂർ മൃഗശാലയുടെ അങ്കണത്തിൽ ഒരു പ്രകൃതി ചരിത്ര കാഴ്ച ബംഗ്ലാവും സ്ഥിതി ചെയ്യുന്നു. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ്. മൃഗശാലയിൽ വിവിധതരം മൃഗങ്ങളും പക്ഷികളും ഉരഗങ്ങളും കൂടാതെ ഒരു സസ്യപൂന്തോട്ടവും കലാകാഴ്ച ബംഗ്ലാവുമുണ്ട്. ഒരു പ്രകൃതി ചരിത്ര കാഴ്ച ബംഗ്ലാവ് ഇതിൻ്റെ അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശക്തൻ തമ്പുരാൻ ഉപയോഗിച്ചിരുന്ന ബോട്ടുകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കടുവകൾ, സിംഹങ്ങൾ, മാനുകൾ, ഹിപ്പോപ്പൊട്ടാമസുകൾ, വിവിധതരം പാമ്പുകൾ, ഫ്ലെമിംഗോകൾ, മുതലകൾ എന്നിവയാണ് മൃഗശാലയിലെ പ്രധാന അന്തേവാസികൾ. പാമ്പുകളെ വളർത്തുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ കെട്ടിടങ്ങളും മൃഗശാലയിലുണ്ട്. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് മൃഗശാല തുറന്നിരിക്കും. പാർക്കിംഗ്, വിശ്രമമുറികൾ, കുടിവെള്ളം, റിഫ്രഷ്മെന്റ് സ്റ്റാളുകൾ എന്നിവയുൾപ്പെടെ വിവിധ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. പ്രതിദിനം 2000-ലധികം ആളുകൾ തൃശ്ശൂർ മൃഗശാല സന്ദർശിക്കുന്നു എന്നാണ് കണക്ക്. നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. സ്നേക്ക് പാർക്ക്, ആർട്ട് മ്യൂസിയം, പ്രകൃതി ചരിത്ര മ്യൂസിയം, ബോട്ടണിക്കൽ ഗാർഡൻ തുടങ്ങിയവയാണ് തൃശ്ശൂർ മൃഗശാലയിലെ പ്രധാന കാഴ്ച വിരുന്നുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.